തിരക്കഥ എഴുതുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു സമയം കൊടുക്കണം എന്ന് പറയുന്നത് വലിയ സത്യം. ഇപ്പോൾ തീവ്രം ഈ പറഞ്ഞ തന്നെ ഞാൻ ഏകദേശം ഒരു കൊല്ലം എടുത്തിട്ട് എഴുതിയ സ്ക്രിപ്റ്റ്. കാരണം അതൊരു റിവേഴ്സ് സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഈ സിനിമ ഞാൻ ആദ്യം എഴുതി തീർന്നു എന്ന് വിചാരിച്ചു. ശ്രീനിവാസനെ ആസിഫലിനെ കേൾപ്പിച്ചു. രണ്ടുപേരും പറഞ്ഞു നന്നായിട്ടുണ്ട്, ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എവിടെയോ എനിക്ക് എന്തൊരു പൂർണ്ണത തോന്നിയില്ല. പിന്നെ റീഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 12 പ്രാവശ്യം റീഡ്രാഫ്റ്റ് ചെയ്തിട്ടാണ് യൂട്യൂബ് പ്രൊഡ്യൂസിൻ്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമായത്. അപ്പോൾ ഈ പറയുന്ന എനിക്ക് വേറെ കാര്യം നിർബന്ധമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ തീവ്രത്തിന് ശേഷം യൂട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് തീവ്രം പോലെ ആവരുത്, ഭയങ്കര വ്യത്യസ്തമായൊരു സിനിമയാവണമെന്ന് നിർബന്ധം എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. തീവ്രം ഭയങ്കര ഡാർക്ക് ത്രില്ലർ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് പ്രൊഡ്യൂസ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ എൻ്റർടൈനർ മൂവിയാണ്. അപ്പോൾ ആ ഹ്യൂമറും എല്ലാം വർക്കാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. അതിന് അതിൻ്റേതായ ഒരു സ്ക്രീൻ പ്ലേയിലത്തെ ഒരു സമയം കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഡയലോഗ്സ് എഴുതിക്കുന്ന RJ മാത്തുക്കുട്ടിയാണ്. ഞാനും മാത്തും കുട്ടിയും കൂടി വന്നിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഡയലോഗ്സിന് ഹ്യൂമർ വരാൻ വേണ്ടി ഓരോരോ സമയം എടുത്ത് ചെയ്തത്. അപ്പോൾ അതാണ് ഇത്രയും സമയം എടുക്കുന്ന കാര്യം. പക്ഷേ എനിക്ക് ആ ഇപ്പോൾ ഒരു 1.5 കൊല്ലം ഞങ്ങൾ യൂട്യൂബ് പ്രൊഡ്യൂസിന് വേണ്ടി എഴുതാൻ വേണ്ടി സമയം എടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷവാനാണ്. കാരണം ഇപ്പോൾ ഈ ഞങ്ങൾക്ക് കണ്ടിട്ട് ഒരു ഭയങ്കര തൃപ്തിയും ഞങ്ങൾക്ക് ചിരി തോന്നുന്നുണ്ട്. അപ്പോൾ ഉറപ്പുള്ളൊരു കോൺഫിഡൻസുള്ളൊരു കാര്യമാണ്, തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ജനം കണ്ടു കഴിഞ്ഞാൽ അവർക്കും ചിരി വരും, അവരൊരു പൂർണ്ണമായൊരു എൻ്റർടൈനർ കണ്ടു എന്നുള്ളൊരു സംതൃപ്തി അവർക്കുണ്ടാവും. എന്നെ അറിയണം എന്ന് ഞാൻ പറയില്ല, സിനിമയിൽ അറിഞ്ഞാൽ മതി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തീവ്രം ഒരു 2012 ഇറങ്ങിയ സിനിമയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു തീവ്രം ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ തീവ്രത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സ്ഥാനം വലിയൊരു സ്ഥാനം തന്നെയാണ്. അതിനുശേഷം ഞാനിപ്പോൾ യൂട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ തീവ്രം കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ യൂട്യൂബ് പ്രൊഡ്യൂസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ വിജയവും ഏറ്റവും വലിയ എനിക്ക് കിട്ടുന്ന അംഗീകാരം. ഇപ്പം നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോൾ അതിലൊരു ക്വാളിറ്റിയും അതിലൊരു എന്തോ ഉള്ളത് കൊണ്ടാണ് എനിക്ക് എന്ന സംവിധായകനും എഴുത്തുകാരനും ഒക്കെ റെക്കഗ്നീഷൻ കിട്ടുന്നത്. ഈ പറയുന്ന സിനിമയിൽ ക്വാളിറ്റി ഇല്ലെങ്കിൽ എനിക്ക് ഈ പറയുന്ന റെക്കഗ്നീഷനും ഈ പറയുന്ന ക്വാളിറ്റി ഒന്നും കിട്ടില്ല. ഇപ്പം ഈ യൂട്യൂബ് പ്രൊഡ്യൂസ് കഴിഞ്ഞ് ഞാൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ അത് ഇപ്പം ഈ പറഞ്ഞ തന്നെ 1 വർഷം 2 വർഷം ഞാൻ കാത്തിരിക്കേണ്ടി വന്നാൽ അതെനിക്ക് വലിയ നഷ്ടമായിട്ട് തോന്നില്ല. കാരണം ആ അടുത്ത സിനിമയിൽ ഇതിനെ ഇപ്പോൾ ചെയ്ത 2 സിനിമയെക്കാട്ടും വലിയ ക്വാളിറ്റിയുള്ള സംഭവം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് അടുത്തൊരു സിനിമ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പോൾ കഥ ഒരു ക്ഷാമം നമ്മുടെ ഇൻഡസ്ട്രിയിലില്ല. സത്യം പറഞ്ഞാൽ പുതിയ ആൾക്കാരിൽ പുതിയ തോട്ട്സും പുതിയ സ്ക്രിപ്റ്റ്സും എല്ലാതും ഉണ്ട്. അത് നമ്മുടെ കയ്യിൽ എത്തിപ്പെടുന്നതിൻ്റെ ഒരു താമസം. നമ്മൾ ഒരു പറച്ചിലുണ്ട്, ഇപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ കറക്റ്റ് കാര്യങ്ങൾ വന്ന് വീണാലേ ആ കാര്യങ്ങൾ നടക്കൂ എന്ന് പറയാനുണ്ട്. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ അത് ചിലപ്പോൾ ആ നല്ല സ്ക്രിപ്റ്റുകൾ എത്തേണ്ട കൈകളിൽ എത്താൻ ഒരു താമസം ഉണ്ടാവും. പക്ഷേ അത് എത്തിക്കഴിഞ്ഞാൽ അത് ഒരു നല്ല സിനിമയാവാനും അധികം സമയം വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ആ സ്ക്രിപ്റ്റിന് വേണ്ടി അന്വേഷിക്കുക എന്നാണ് വേണ്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു സംഭവം കിട്ടിയാലേ എനിക്ക് സിനിമയെ ആക്കാൻ പറ്റുള്ളൂ. ഞാനത് ഇപ്പോൾ ദുൽഖർ സൽമാനായാലും ആസിഫ് അലി ആയാലും ശ്രീനിവാസനായാലും മമ്മൂക്ക ആയാലും ഇത്ര ആൾക്കാരടുത്ത് പോയി കഴിഞ്ഞാലും ഇവർ എൻ്റെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം. അപ്പോൾ നമ്മൾ ഒരു ക്ലീഷേഡ് സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പറയും വേറെ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ട് ആലോചിച്ചുകൂടെ എന്തിനാ ഇങ്ങനത്തെ സാധനം ചെയ്യുന്നത് എന്നൊരു പറച്ചിൽ വരും. അപ്പോൾ അതും നമ്മൾ ഓൾറെഡി നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു പേരും നമ്മളിപ്പോൾ നമ്മുടെ ഇമേജ് അല്ല, പക്ഷെ എന്നാലും നമ്മുടെ സിനിമകളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയും. അപ്പോൾ എന്ന് പറയുന്ന പോലെ അത് ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു, പിന്നെ അത് പിടിച്ച് പോകാത്രേ ഉള്ളൂ. ഈ യൂട്യൂബ് പ്രൊഡ്യൂസിൻ്റെ ത്രെഡ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെയും അനിയൻ്റെയും കഥ. ചേട്ടൻ വളരെ ഫേമസ് ആയ ഒരു പെയിൻറ്ററാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ തന്നെ വിദ്യാഭ്യാസവും കരിയറാണ് ഏറ്റവും പ്രധാനം, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ബാക്കി എല്ലാത്തിനും അവന് വെയിറ്റ് ചെയ്യാം. പക്ഷെ അനിയൻ എന്ന് പറയുന്നത് ആണ് ആസിഫ് അലി അഭിനയിക്കുന്നത്, ചേട്ടനായിട്ട് ശ്രീനേട്ടൻ. അപ്പോൾ ആസിഫിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുമ്പോൾ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഒരു 4 ചുമരിൽ ഉള്ളിൽ അടച്ചിട്ട് ജീവിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. രണ്ടുപേരും സെപ്പറേറ്റ് വേസിലൂടെ പോവുകയാണ്. ഈ അനിയൻ പോയി കഴിയുമ്പോൾ ചേട്ടൻ നീ പോയാലും എനിക്ക് ഇനിയും അനിയന്മാരെ കിട്ടും എന്ന് പറഞ്ഞ് അയാൾ താമസിക്കുന്ന വീട്ടിൽ കുറേ പിള്ളേരെ വിളിച്ച് കയറ്റി താമസിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അനിയൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അനിയൻ്റെ ജീവിതം മാറിമറിയും, ചേട്ടൻ്റെ ജീവിതം മാറിമറിയും. അവസാനം അവർ റിയലൈസ് ചെയ്യുന്നു ഞങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതാണൊരു സ്റ്റോറീനെ നട്ട്ഷെൽ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന ഒരു കണ്ടൻറ്റ് ഭയങ്കര ഹ്യൂമറായിട്ടാണ് പറയുന്നത്. കാരണം ഇതൊരു ശരിക്കും പറഞ്ഞൊരു ചെറിയൊരു പാരവെപ്പ് അല്ലെങ്കിൽ ചെറിയ തമാശ രീതിയിലുള്ള ചതികൾ നിറഞ്ഞുള്ള സിനിമയാണ്. അതുകൊണ്ടാണ് ഒരു ചെറിയ ചതിക്കഥയാണ്. പക്ഷേ ആ ചതി ഭയങ്കര തമാശയായിട്ട് പറയണം. ചതി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സീരിയസ് ആണ്. എസ്പെഷ്യലി ഞാൻ തീവ്രം കഴിഞ്ഞതുകൊണ്ട്
എല്ലാവരും വിചാരം എന്ന് പറയുമ്പോൾ ഇത് അടുത്ത ക്രൂരതയാണ്. പക്ഷേ ഒട്ടും ക്രൂരതയില്ല, ഭയങ്കര തമാശ രീതിയിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമറാണ്, എല്ലാവർക്കും എൻ്റർടൈൻഡ് ആവുന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ടാഗ് ലൈൻ വരെ നല്ല ഗോൾഡൻ ചതി എന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹ്യൂമർ വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ട് ബേസിക്കലി ഇതൊരു എന്താ പറയുക തമാശ രീതിയിലൂടെ പ്രശ്നങ്ങൾ പറയുകയും നമ്മളിപ്പോൾ സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്ന കുറേ ഇഷ്യൂസ്, കറണ്ട് ഇഷ്യൂസിനെ വരെ ടച്ച് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. പക്ഷെ അത് ഒരു എൻ്റർടൈനിങ് ഫോർമാറ്റിലാണ് പൂർണ്ണമായിട്ട് പറഞ്ഞിരിക്കുന്നത് യൂട്യൂബ് ബ്യൂട്ടീസ്. ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ നടന്നതും ഞാൻ കണ്ട കുറേ ജീവിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ക്രിപ്റ്റ് ഉണ്ടായത്. ഞാൻ എപ്പോഴും അങ്ങനെ ഇപ്പോൾ തീവ്രത്തിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ നടന്ന ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഈ പറയുന്ന യൂട്യൂബ് ബ്യൂട്ടീസ് ഇപ്പോൾ അങ്ങനത്തെ ഇൻസിഡൻറ്റ് റിയൽ ടൈം ഇൻസിഡൻറ്റ് അല്ലെങ്കിലും ഞാൻ വിറ്റ്നസ് ചെയ്ത കുറേ കാര്യങ്ങൾ. പക്ഷേ ഞാൻ അത് എപ്പോഴും ഒരു തമാശയിലൂടെ കാണുന്ന ഒരാളാണ് എല്ലാ കാര്യങ്ങളും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തമാശയായിട്ട് തോന്നിയതാണ് ഞാനിപ്പോൾ ഇപ്പോൾ 12 പ്രാവശ്യം റീറൈറ്റ് ചെയ്തു എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൽ കണ്ടൻറ് ഇല്ലാണ്ടല്ലായിരുന്നു. പക്ഷേ ഇതിൽ ഒരു 11 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ശ്രീനേട്ടൻ, ആസിഫ് അലി, ടൊവിനോ തോമസ്, അനു മോഹൻ, സുദീപ് കോപ്പ, എന്താ പറയുക, പിന്നെ രചനാനാരായണൻകുട്ടി, ഹണി റോസ്, അങ്ങനെ ഒരു വലിയ നിര തന്നെയുണ്ട്. അപ്പോൾ ഇവർ ആരെയും ഞാൻ കാസ്റ്റ് ചെയ്തത് വെറുതെ സിനിമയ്ക്ക് ഒരു കളർ കൂട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല. അവരെല്ലാവർക്കും ഒരു വ്യക്തതയുണ്ട് കഥാപാത്ര നിലയിൽ. അവർ കയറി വരുമ്പോൾ അവർക്ക് പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒരു ഇൻ്റർവെൽ ഉണ്ട്, പിന്നെ അവർക്കൊരു എല്ലാവർക്കും ക്ലൈമാക്സ് ഉണ്ട്. ഞാൻ കപ്പ ടി വിയിൽ തന്നെയാണ് ഇതിന് മുമ്പും ഞാൻ കൊടുത്തൊരു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുള്ളത്. യൂട്യൂബ് ബ്യൂട്ടീസിനെ പറ്റി ആദ്യം സംസാരിക്കുന്നത് നിങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ഇതിനൊരു 6-7 ക്ലൈമാക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇപ്പോഴും ഉണ്ട് കാരണം. പക്ഷേ അത് പല തിയേറ്ററിലല്ല, ഒറ്റ തിയേറ്ററിലും ഒറ്റ സിനിമയിൽ തന്നെയാണ്. പക്ഷേ അത് എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രോപ്പർ എൻഡിങ് പറഞ്ഞു പോകുന്ന സിനിമ ഇതായിരിക്കും. അപ്പോൾ സ്ക്രീൻ പ്ലേ ബേസിലൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു ഫോർമാറ്റ് പൂർണ്ണമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയമെടുത്ത്. അല്ലാണ്ട് എന്താ പറയുക, പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം 12 പ്രാവശ്യം റീറൈറ്റ് ചെയ്തപ്പോഴും എല്ലാതും കഴിഞ്ഞപ്പോഴും അത് നന്നായിട്ടുള്ളൂ, അതൊരിക്കലും താഴോട്ട് പോയിട്ടില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മ ശ്രീനേട്ടനോട് ഞാൻ പറഞ്ഞത്, ഇനി ശ്രീനേട്ടൻ 12 പ്രാവശ്യം എഴുതിയപ്പോൾ ശ്രീനേട്ടൻ ചോദിച്ചു ഇനി ഒരു ഡ്രാഫ്റ്റും കൂടി എഴുതണോ? ഞാൻ പറഞ്ഞു ഇനി എന്നെ കൊണ്ട് പറ്റില്ല, കാരണം എൻ്റെ മാക്സിമം ഞാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോഴാണ് ശ്രീനേട്ടൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ തൊട്ട് നമുക്ക് ഇനി സിനിമ ചെയ്യാം. അങ്ങനെയാണ് യൂട്യൂബ് ബ്യൂട്ടീസ് ജനിക്കുന്നത്.